കോൺഗ്രസിന് പരാജയം സംഭവിച്ചത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ്. ഒന്ന് ആലത്തൂരിലും മറ്റൊന്ന് തൃശ്ശൂരിലും. പക്ഷേ ആലത്തൂരിലെ പരാജയത്തിനേക്കാൾ കോൺഗ്രസിനെ വല്ലാതെ തളർത്തിയത് തൃശ്ശൂരിലെ പരാജയം തന്നെയായിരുന്നു. 2019 അനുകൂല തരംഗത്തിന്റെ പുറത്താണ് ആലത്തൂരിൽ രമ്യ ഹരിദാസ് വിജയിച്ചതെന്ന് ആ സമയത്തും ഇപ്പോഴുമൊക്കെ വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരും അണികളും നിരവധിയാണ്. എന്നാൽ TN പ്രതാപനെ പോലെ തൃശ്ശൂരിന്റെ പ്രാദേശിക രാഷ്ട്രീയം കൃത്യമായി അറിയാവുന്ന ഒരു നേതാവ് 2019 നിലനിർത്തിയ തൃശ്ശൂരിന്റെ ലോക്സഭാ മണ്ഡലം കെ മുരളീധരനെ പോലെ തൃശ്ശൂരിന്റെ തട്ടകത്തിൽ ജനിച്ചു വളർന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തി സ്വന്തം പിതാവ് കെ കരുണാകരന്റെ മണ്ണായ തൃശ്ശൂരിൽ മത്സരിച്ച എതിർഭാഗത്ത് സ്വന്തം സഹോദരിയോട് രാഷ്ട്രീയപരമായ എല്ലാ എതിർപ്പുകളും അറിയിച്ചുകൊണ്ട് തന്ത്രപരമായ പല നീക്കങ്ങളും നടത്തി പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടി പ്രധാന പടയാളിയായി മുൻപോട്ട് വയ്ക്കുന്ന കെ മുരളീധരൻ പരാജയപ്പെട്ടു പോയത് സഹിക്കുവാൻ കഴിയുന്ന ഒന്നല്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് നിലം പതിച്ചു പോയത് എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ പരാജയത്തിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് നടത്തിയിരുന്നു. ചേലക്കരയിലും തൃശ്ശൂരിലും ഇത്തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് അറിയിക്കുവാൻ വേണ്ടിയുള്ള സമിതിയെ KPCC നിയോഗിച്ചെങ്കിൽ പോലും തൃശ്ശൂരിൽ കുറച്ചുകൂടി ശക്തമായ രീതിയിലുള്ള അന്വേഷണവും റിപ്പോർട്ടുമാണ് KPCC കാത്തിരിക്കുന്നത്. അതിന്റെ കാരണം പരാജയത്തിന് തൊട്ടു പിന്നാലെ തന്നെ ആ സമയത്ത് അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനാണ് ഈ പരാജയത്തിന് തൊട്ടു പിന്നിലെന്ന് കോൺഗ്രസിനുള്ളിൽ പരസ്യമായി തന്നെ പല പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നതാണ്. തൃശ്ശൂരിലെ DCC ഓഫീസിന് മുൻപിൽ കയ്യാങ്കളി വരെ നടന്ന സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അധപ്പതിച്ചു പോയത് സംസ്ഥാന നേതൃത്വം കൺമുൻപിൽ കണ്ടതുമാണ്. അതുകൊണ്ട് കെ മുരളീധരന്റെ പരാജയത്തിന്റെ പിന്നിലെ പ്രധാന കണ്ണികൾ ആരാണ് എന്നുള്ളത് കണ്ടെത്തിയേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തിലും അതിനുവേണ്ട തക്കതായ തിരിച്ചടി നൽകുവാനുമാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. പരാജയത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ VD സതീശനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് തള്ളി പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നതും തൃശ്ശൂരിലെ പരാജയത്തിന്റെ പിന്നിലെ പ്രധാന കണ്ണികളെ കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തെ പറ്റിയുള്ള പ്രത്യേക റിപ്പോർട്ട് സമിതി സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തൃശ്ശൂരിലെ ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ എല്ലാ അടിത്തറയും ഉള്ളത്. കാരണം തൃശ്ശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തോടുകൂടി കോൺഗ്രസിന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ് എന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിലാണ് എന്നുള്ള ചരിത്രം ഇനി ഒരിക്കലും തേച്ചുമാച്ചു കളയുവാൻ കഴിയാത്ത തരത്തിലേക്ക് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ആ തിരിച്ചടിക്ക് കാരണക്കാരാരാണോ അവർക്കെതിരെ തക്കതായ നടപടിയും ശിക്ഷയും ഉണ്ടായിരിക്കും എന്നുള്ളത് തീർത്തും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന നേതൃത്വം. തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി തൃശ്ശൂരിൽ ഒരു DCC പ്രസിഡന്റിനെ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിലവിലത്തെ പാലക്കാട്ടെ MP ആയ VK ശ്രീകണ്ഠനാണ് ഇപ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റ് അധികാരമുള്ളത്. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ ഒരു DCC പ്രസിഡന്റിനെ തീരുമാനിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. എന്നിരുന്നാലും മിഷൻ 2025 എന്ന തരത്തിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കോൺഗ്രസ് നടത്തുമ്പോൾ അവിടെ തൃശ്ശൂരിൽ DCC പ്രസിഡന്റ് ഇല്ലാത്തത് തൃശ്ശൂർ ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളിൽ നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുള്ളത് കൊണ്ട് തന്നെ ഉടനടി സമിതിയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണക്കാരാണ് അവരെ പുറത്താക്കി അല്ലെങ്കിൽ മറ്റു നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന DCC പ്രസിഡന്റുമാരെ കണ്ടെത്തുക, അദ്ദേഹത്തെ തൃശ്ശൂരിന്റെ ജില്ലാ പ്രസിഡന്റ് ആക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുവാൻ അധികം താമസിക്കരുത് എന്നുള്ളതാണ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ചേലക്കര സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് അകന്നു നിന്നിട്ടുള്ള ഒരിടമാണ്. പക്ഷേ കോൺഗ്രസ് ഒരു കാലത്ത് അവിടെ അപ്രമാദിത്യം കാഴ്ചവെച്ചിട്ടുള്ള ഒരിടമായിരുന്നു. അതുകൊണ്ട് കെ രാധാകൃഷ്ണനെ പോലെ ശക്തനായ സ്ഥാനാർത്ഥി ഇക്കുറി മത്സരിക്കുവാനില്ല എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചേലക്കരയിൽ ഒന്നെങ്കിൽ കോൺഗ്രസ് വിജയിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥ മെച്ചപ്പെടുത്തുകയോ ചെയ്യണം. ചേലക്കര ഒരു ഇടതു കോട്ടയായി മാറിയിരിക്കുന്നു. അവിടെ കോൺഗ്രസിന് വേരുകൾ ആഴത്തിലിറക്കിയേ മതിയാകൂ, BJPയുടെ കടന്നുകയറ്റത്തെ ചെറുത്തു നിർത്തിയേ മതിയാകൂ എന്ന അഭിപ്രായങ്ങളും KPCCയിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് ചേലക്കരയിലെ അവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയും ചേലക്കരയിലെ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിന്റെ കോർപ്പറേഷൻ ചുമതല
അങ്കമാലി MLA റോജി എം ജോണിനാണ് നൽകിയിരിക്കുന്നത്. തൃശ്ശൂരിലെ പരാജയത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ കണ്ടെത്തുവാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കോൺഗ്രസ് നടത്തി കഴിഞ്ഞു. ഇനി സമിതിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അതിൽ ആരൊക്കെ പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. TN പ്രതാപൻ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരായ രൂക്ഷമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സമിതിയുടെ റിപ്പോർട്ടിൽ TN പ്രതാപന്റെ പേരുണ്ട് എങ്കിൽ സ്വാഭാവികമായും KPCC ഭാരവാഹിയായിരിക്കുന്ന TN പ്രതാപന്റെ ഭാരവാഹിത്വം നഷ്ടപ്പെടുകയും MLA സീറ്റ് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുവാനുള്ള സാഹചര്യം മുൻപിൽ കാണേണ്ടത് തന്നെയാണ്.